പന്തളത്ത് നടക്കുന്ന ബദൽ സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പന്തളത്തെ വിശ്വാസ സംഗമത്തിലേക്ക് ക്ഷണമില്ല, ഉണ്ടെങ്കിലും പോകില്ല. എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്നും വെള്ളാപ്പള്ളി. തീർച്ചയായും പോകും. അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ അതൊരു മോശകാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇഷ്ടമറ്റില്ലാത്ത അച്ചു തൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞ പോലെ ചിലർക്കെല്ലാം എന്ത് ചെയ്താലും കുറ്റമായിട്ട് പറയാറുള്ളൂ. പക്ഷെ നമ്മളങ്ങ് ഒരു കൊല്ലം ചെയ്യാത്ത എന്തെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ചെയ്താൽ പറഞ്ഞ് എന്തേ ഇപ്പം ചെയ്തു, അങ്ങനെയല്ല. എപ്പം ചെയ്താലും ആര് ചെയ്താലും നല്ലതായി കാണുക, അതല്ലേ എപ്പോഴും നല്ലത്. ഓരോരുത്തരും അവരുടേതായ ആഗ്രഹവും വിശ്വാസവും അനുസരിച്ച് നടക്കട്ടെ. പക്ഷെ അവർ ഇതിന് ബദലാണെന്ന് പറഞ്ഞിട്ടില്ല, ഇതിനെതിരാണെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് ക്ഷണം ഇല്ല. ഉണ്ടെങ്കിലും ഞാൻ പോവുകയില്ല. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീരാജ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആഗോള അയ്യപ്പ സംഗമത്തെ ദേവസ്വം ബോർഡിനേക്കാൾ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി. അദ്ദേഹം ഇന്ന് അത് ആവർത്തിക്കുന്നു. ബിനിൽ, അങ്ങനെ തന്നെയാണ്. മുൻ നിലപാടുകളിൽ ഒരു മാറ്റവുമില്ല. എന്താണ് അയ്യപ്പ സംഗമത്തിലെ നിലപാട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിയത് തന്നെ. പന്തളത്ത് നടക്കുന്ന വിശ്വാസ സംഗമത്തിലേക്ക് ക്ഷണമില്ല തനിക്ക്, ഇനി ക്ഷണമുണ്ടെങ്കിലും പോകില്ല എന്നും ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് പോകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്. എല്ലാ അയ്യപ്പ ഭക്തരും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒപ്പം നിൽക്കണമെന്നുള്ള രീതിയിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും പ്രതികരണമുണ്ടായി. പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങൾ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഇതാണ് ഇക്കാര്യത്തിലെ പ്രതിപക്ഷ നിലപാട് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതിനെ രാഷ്ട്രീയമായി കണ്ടാൽ മതി, മറ്റ് കാര്യങ്ങളൊന്നും തന്നെ അതിലില്ല. നല്ല കാര്യമാണ് നടക്കുന്നത്, നല്ല കാര്യം നടക്കട്ടെ എന്നാണ് ഇക്കാര്യത്തിലെ വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട്. അതുപോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ക്ഷണമുണ്ട് തനിക്ക്, അതുകൊണ്ട് തന്നെ ആ സംഗമത്തിൽ പങ്കെടുക്കുമെന്നും വെള്ളാപ്പള്ളി പറയുന്നു. ബിനിൽ, ശരി, താങ്ക് യു. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.